ഒരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയുടെ വാക്കുകൾ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഗംഗാധരൻ വൈജയന്തിയുടെ കർണത്തിര ഒറ്റൊന്നങ്ങ് പൊട്ടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നീ മിണ്ടി പോവരുത് വൈജയ്. ഉള്ള പ്രായത്തിലൊക്കെ കൂത്താടി നടന്നിട്ട് അവളിപ്പോ സദാചാര പ്രസംഗം നടത്തുന്നു. ബാലചന്ദ്രനെ കുറ്റം പറയാൻ മാത്രം എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? നിന്റെ ആഗ്രഹ കഥകളൊക്കെ നിന്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നിന്നെ ആറുചാറ്റിൽ കൊണ്ടുപോയി എറിയുമെന്നൊക്കെ പറയാണ്. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിക്ക് ആകെ സങ്കടാവുന്നുണ്ട്. മാത്രമല്ല മക്കളുടെ മുന്നിൽ ആകെ ഇങ്ങനെ നാണം കെട്ടിട്ട് ഒന്ന് മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ അങ്ങനെ ചമ്മി നിൽക്കുമായിരിക്കും. അന്നേരം മാലതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ടായി കാണിക്കുന്നത്? മക്കളൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് ഗംഗാധരൻ പറഞ്ഞിട്ട്, കേൾക്കട്ടെ, ഇവളോട് എത്ര തവണയാണ് ഞാൻ അടങ്ങി നിൽക്കാൻ പറയുന്നത്, എന്നിട്ടും അവൾ കേട്ടില്ലല്ലോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് പോകും. എന്നാൽ തൻ്റെ അമ്മക്ക് എന്തോ ഒരു രഹസ്യ പൂർവ്വകാലമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അതെന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് മക്കൾ 3 പേരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മക്കളുടെ മുന്നിൽ വെച്ച് ഗംഗാധരൻ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ വൈജയന്തി ആകെ നാണം കെട്ട് മക്കളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുമായിരിക്കും. മാലതിക്കാണെങ്കിൽ ആശ്വസിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ വൈജയന്തിയോടായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ നിന്നും പോവാണ്. മക്കളുടെ മനസ്സിലായിരിക്കും അമ്മയുടെ രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അത് തന്നെയായിരിക്കും മക്കളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഗംഗാധരനും മാലതിയും പോയിട്ട് പറഞ്ഞിട്ട്, വൈജയന്തി നിന്നെ അടിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, സാരമില്ല, മോള് വിഷമിക്കണ്ട എന്ന് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല എന്ന് പറയൂ. ഗംഗാധരൻ പറഞ്ഞിട്ട്, നിന്റെ സഹനശക്തി അത് സമ്മതിച്ച് തന്നേ പറ്റുള്ളൂ, നീ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ ഇവിടെ നിന്നും ഇതൊക്കെ വിട്ടിട്ട് പോയേനെ. മോളെ, നീ ഒരിക്കലും ഇവിടെ നിന്ന് പോവരുത്, നീ ഇവിടെ തന്നെ നിൽക്കണം, നീ ഇവിടെ ഈ കുടുംബം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ അങ്ങ് നശിച്ചു പോകുമെന്നും പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനിയും ഇവിടെ നിൽക്കണോ, ഞാൻ പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഗംഗാധരൻ പറഞ്ഞിട്ട്, ഒരിക്കലും നീ ഇവിടെ നിന്നും പോവരുത്. ബാലചന്ദ്രൻ ഇപ്പോൾ വീണ് കിടക്കാണ്, അയാൾക്കുള്ള ഏക പിടിവള്ളി നീയാണ്. നീയും കൂടി ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലചന്ദ്രൻ ഈ കുടുംബം മൊത്തം നശിപ്പിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സമയത്തിന് അലീന ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ സാറ് അങ്ങനെ സ്വന്തം കുടുംബം നശിപ്പിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട്, നശിപ്പിക്കും, തീർച്ചയായിട്ടും നശിപ്പിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം അയാൾ മുന്നോട്ട് പോകുന്നത്. നീ വിശ്വസ്തയാണ് തോന്നിയത് കൊണ്ട് മാത്രം തന്നെ ഞാനൊരു കാര്യം പറയാം, വൈജയന്തിയെക്കുറിച്ചിട്ട് എന്തോ ഒരു സംശയം ബാലചന്ദ്രൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം ഈ കാണുന്നത് എന്നൊക്കെ ഗംഗാധരൻ പറയുന്ന സമയത്തിന്, എന്ത് സംശയമാണെന്ന് ചോദിക്കാട്ടോ അലീന. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട്, അത് സംശയം എന്താന്ന് വെച്ചാൽ വൈജയന്തി ബാലചന്ദ്രനെ ചീറ്റ് ചെയ്തു എന്ന രീതിയിൽ എന്തോ സംശയം തന്നെയാണ്. അതിലിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് പതിയെ പതിയെ തന്നെ ബാലചന്ദ്രൻ്റെ മനസ്സൊന്ന് തണുത്ത് ശരിയാവണം. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ കാത്തിരിക്കണം. അതുവരേക്കും നീ ഏതായാലും ഈ കുടുംബത്തിൽ തന്നെ കാണണം. നിന്നെ ഒരിക്കലും ഞങ്ങളൊരു ഹോം നേഴ്സായിട്ടോ അല്ലെങ്കിൽ വേലക്കാരിയായിട്ടോ ഒന്നുമല്ല കാണുന്നത്, ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും മൂത്ത മകളായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത് എന്നിങ്ങനെ ഇവർ പറയുന്ന സമയത്തിന് അലീനയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. ഗംഗാധരൻ പറഞ്ഞിട്ട്, എന്തായാലും നീ ഉണ്ടാവണം ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിച്ച് പറയാം. അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് നിന്നെ വിളിച്ചോളാം. ഈ കുടുംബം മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോഴും ഈ കുടുംബത്തിൽ ഞങ്ങൾ നിനക്ക് തരുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന സമയത്തിന് മാലതി പറഞ്ഞിട്ട്, ഈ കുടുംബം ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നീ ഇവിടെ വേണം. അതിൻ്റെ പേരിൽ നിനക്ക് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നീ ഒരിക്കലും ഈ കുടുംബം ഇട്ടെറിഞ്ഞിട്ട് പോവരുത്, എങ്കിൽ പിന്നെ ഈ കുടുംബം തന്നെ അങ്ങ് നശിച്ചു പോവും. ഇവരുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ അലീനക്കാണെങ്കിൽ ആകെ ഇങ്ങനെ അത്ഭുതമായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. വിഷമത്തോടെ ഇങ്ങനെ അലീന നിൽക്കുന്ന സമയത്ത് തന്നെ മാലതി വന്നിട്ട് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുന്ന. അങ്ങനെ 2 പേരും ചേർന്നിട്ട് അലീനെ ആശ്വസിപ്പിച്ചതിന് ശേഷം പിന്നെ അവർ 2 പേരും നേരെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം ചിന്തിച്ച് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കട്ടക്കലിപ്പിലിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അവർ 2 പേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നേരത്തെ തന്നെ വാതിലിലൊക്കെ തട്ടി അനുവാദം ചോദിച്ചിട്ടുകൊണ്ടായിരിക്കും അവർ 2 പേരും അകത്തേക്ക് കയറി വരുന്നത്. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, മുഖം കാണിക്കാത്തത് നന്നായി. ഞാനിവിടെ സഹിക്കാൻ പറ്റുന്നതിനും മാക്സിമം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്നൊക്കെ പറയാണേ. ഗംഗാധരൻ പറഞ്ഞിട്ട്, ഞങ്ങൾ വന്നത് ഒരിക്കലും വൈജയന്തിക്ക് സപ്പോർട്ട് ചെയ്യാനല്ല, ബാലചന്ദ്രൻ്റെ കൂടെ നിൽക്കാനാണെന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അയ്യോ, ആരുടെ സപ്പോർട്ടും എനിക്ക് വേണ്ട, എനിക്ക് പണി തന്ന അത്രത്തോളം മതി, ഇനി ഏതായാലും കൂടുതൽ പണി ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും. പിന്നെ ഞാൻ ഈ കുടുംബത്തിൻ്റെ ഒരു മൂലക്കൽ ഒഴിഞ്ഞു മാറി കിടക്കുകയാണ്, ഇനിയും എന്നെ ചൊറിയാൻ വന്നേക്കരുതെന്ന് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളോട് പറഞ്ഞേക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് അവിടെയുള്ളൊരു തോക്കെടുക്കും. ഈ തോക്കെടുത്ത് ഞാൻ അവളെ കൊന്നൊടുക്കും. അന്ന് ആ കാർഡിയ അറസ്റ്റ് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ അവളെ കൊന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പെങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പില്ലായിരുന്നു, അന്നേ ഞാൻ അവളെ തീർത്തേനെ.
ഇനിയും എന്നെ ചൊറിയാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന് പറയണം. സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ മനസ്സ് പിടിവിട്ട പോലെ സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. ഗംഗാധരൻ പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വൈജയന്തി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ബാലചന്ദ്രൻ്റെ വഴിക്ക് വിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അലീനയോടും പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബം വിട്ടെറിഞ്ഞു പോവരുതെന്ന്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന ആരാണെന്ന് അറിഞ്ഞിട്ട് അവളോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഗംഗാധരൻ പറയുന്നുണ്ട് അലീന ആരെങ്കിലും ആയിക്കോട്ടെ, അലീന എന്നും ഈ കുടുംബത്തിന് വേണ്ടി നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇനിയും എന്നെ ഇങ്ങനെ പൊട്ടനാക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന സമയത്തിന് ഗംഗാധരൻ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിനി ഒന്നും അറിയും വേണ്ട. ഏതായാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാലചന്ദ്രനൊന്ന് ക്ഷമിക്കണം, ഇതൊക്കെ തണുത്താറാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണമെന്നൊക്കെ പറയും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഞാൻ സഹിക്കാവുന്നതിലും മാക്സിമം ഞാൻ സഹിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം പെങ്ങളെയാണ്. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട് അറിയാം ബാലേന്ദ്ര, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് ഒരു സംശയത്തോടു കൂടിയായിരിക്കട്ടെ ബാലചന്ദ്രൻ നോക്കുന്നത്. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ അവളെ അറിയിച്ചിട്ടില്ല, അല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ സങ്കടത്തോടും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുന്നുണ്ട് ചുട്ടു വെന്ത് മുറിവേറ്റ ഒരു ഹൃദയമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയും എന്നെ വെറുതെ ഇങ്ങനെ ചൊറിയാൻ വന്നേക്കരുതെന്ന് നന്നായിട്ടും പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയേക്കണമെന്നൊക്കെ പറയും. ഗംഗാധരൻ വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അലീനയായിരിക്കും. ഗംഗാധരൻ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഗംഗാധരൻ അവരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഇപ്പോൾ ചില താളപ്പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇനി മുതൽ ഇത്തിരി വിവേകത്തോടു കൂടി തന്നെ പെരുമാറണം. ഇതെല്ലാം ഒന്ന് ആറി തണുക്കാൻ കുറേ അധികം സമയമെടുക്കും, അതുവരെ നിങ്ങളും ഒന്ന് വെയിറ്റ് ചെയ്തേക്കണമെന്നൊക്കെ പറയും. എന്നാലും ഗംഗാധരനും മാലതിയും അലീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത് ബബിതക്കും രോഹിത്തിനും അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇവിടെ അമ്മയാണോ തെറ്റ് ചെയ്തത് അച്ഛനാണോ തെറ്റ് ചെയ്തതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ മനസ്സിൽ അമ്മയെ പറ്റിയിട്ട് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അച്ഛൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ഗംഗാധരൻ പറയുന്നുണ്ട് അതിനൊന്നും ശരിയായ ഉത്തരം ഇപ്പം നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. ബബിത ചോദിക്കുന്നുണ്ട് അമ്മയോട് അടങ്ങിയിരിക്കാനും അമ്മയോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു, ഇതൊക്കെ അച്ഛനും പറ്റുന്ന കാര്യമല്ലേ, അച്ഛന് കുറച്ചങ്ങ് ക്ഷമിച്ചാൽ എന്താണെന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട് അയാളിപ്പോൾ വീണ്ടും തകർന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ അയാളോട് നമുക്കിപ്പോൾ ആ രീതിയിലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്കിതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് ഗംഗാധരൻ പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നിങ്ങൾ വെറുതെ ഇടപെടാൻ നിൽക്കണ്ട. അമ്മയോട് പറയണം അച്ഛനെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ തന്നെത്താനെ പയ്യെ അങ്ങ് ശരിയായിക്കോളും. അലീനയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്ന സമയത്തിന് ബബിതയ്ക്ക് ദേഷ്യം വന്ന് ചോദിക്കുന്നത് ഇവള് ഈ വീട്ടിൽ നിന്നങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ, അപ്പോൾ പിന്നെ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങളും അങ്ങ് തീരില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ പറയുന്നത് അങ്ങനെയല്ല, അവൾ ഇവിടെ നിന്നും സ്വയം ഒഴിഞ്ഞു പോയാലും നിങ്ങളുടെ അമ്മ അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാലും പ്രശ്നം തന്നെയാണ്. ഇവൾ എവിടെ നിന്നും പോകണമെന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ പ്രശ്നം ഇവിടെയൊന്നും തീരും. ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നൊക്കെ പറഞ്ഞ് മക്കളെ 3 പേരും നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട്. ഗംഗാധരൻ കുറേ അധികം സംസാരിക്കുന്ന സമയത്തിന് തൊണ്ട വരലാണ്. മോളെ എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനീനെ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ രോഹിത്തിന് ഇതൊന്നും കേട്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഗംഗാധരൻ പറഞ്ഞിട്ട് അലീന ഏതായാലും അത്ര ദിവസം ഇവിടെ നിൽക്കട്ടെ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അവൾ ഇങ്ങോട്ടേക്ക് വേലക്കാരിയെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവൾ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നില്ല, ഇപ്പോഴത്തെ ഹോം നേഴ്സിൻ്റെ ഡ്യൂട്ടി പോലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നിങ്ങനെ ഗംഗാധരൻ ഉപദേശിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വൈജയന്തി ആയിരിക്കും. വൈജയന്തി ആകെ കരഞ്ഞ് തളർന്നിങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മക്കൾ 2 പേരും അങ്ങോട്ടേക്ക് വന്നത്. ബബിതയും കൃഷ്ണമോളും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അറിയാത്ത പല രഹസ്യങ്ങളും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും. എന്നാൽ മക്കളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ തൊരി അങ്ങ് ഉരിഞ്ഞു പോവാണ്. മക്കളോട് ഇനി താൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ നാണം കെട്ടിങ്ങനെ തലകുനിച്ച് നിന്ന് പോവാണ് വൈജയന്തിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് നേരെ ഈ ഒരു കാര്യം മുത്തശ്ശിയോട് പോയി പറഞ്ഞിട്ട് അമ്മേ കേട്ടില്ലേ, ഞാൻ ഇനി അടങ്ങി നിന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എൻ്റെ പൂർവ്വ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളോട് വിളിച്ചു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഗംഗേട്ടൻ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അന്നേരം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത് അതെ, അത് അവൻ പറഞ്ഞത് ശരിയാണ്, നീ അല്ലെങ്കിലും ഒരു പൊടിക്ക് അടങ്ങുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. നിന്റെ പഴയ ചരിത്രങ്ങളൊക്കെ നിന്റെ ബാലചന്ദ്രനും അതുപോലെ മക്കളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, അതോടുകൂടെ അവരെല്ലാവരും ചേർന്ന് നിന്നെ അങ്ങ് കൊന്നുകളയും, പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
അല്ലെങ്കിൽ പിന്നെ നിനക്ക് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമടി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര ദേഷ്യപ്പെടാട്ടോ വൈജയന്തിയോട്. വൈജയന്തിയുടെ തലക്ക് പോലെ ഈ സത്യങ്ങളെല്ലാം തന്നെ വാള് പോലെ നിൽക്കുന്നുണ്ടെങ്കിലും വൈജയന്തി ആണെങ്കിൽ ഒരു പൊടിക്ക് പോലും കുറയാൻ സമ്മതിക്കുന്നില്ല. അഹങ്കാരത്തോട് കൂടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കായിരിക്കട്ടെ വൈജ. കൃഷ്ണമോൾ ഇത്രകാലം അലീന ചേച്ചിക്ക് സപ്പോർട്ടാണെങ്കിൽ പോലും വീട്ടിലെ ഓരോ പ്രശ്നങ്ങളൊന്നും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അവസാനം സഹി കെട്ടിക്കൊണ്ടതിന് കൃഷ്ണമോൾ ഇങ്ങനെ ബബിതയോട് പറയുന്നതിനെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ സ്വസ്ഥതയും സമാധാനമൊക്കെ തിരികെ കിട്ടുമെന്ന് കൃഷ്ണമോളുടെ വായനത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടായിരിക്കും അലീന വരുന്നത്. അത് കേൾക്കുമ്പോൾ അലീനക്കും വല്ലാത്ത സങ്കടമായിരിക്കും. സ്വന്തം ചേച്ചിയുടെ സ്ഥാനം തന്നിട്ട് ഇപ്പോഴേ കൃഷ്ണമോള് പോലും തന്നോട് പോകാൻ പറയുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും അലീന. അങ്ങനെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശിയും ഇതേ കാര്യം തന്നെയായിരിക്കും പറയുന്നത്. മോളെ നീ ഇവിടെ നിന്ന് പോയിക്കോ, അതായിരിക്കും നല്ലത്. എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോളും. പിന്നെ അല്ലെങ്കിൽ ഞാൻ അങ്ങ് ചാവട്ടെ, എൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ എന്ന് ഞാനൊന്നും കരുതിക്കോളാം. എന്നാൽ മുത്തശ്ശിയും ഇതുപോലെ തന്നെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. അലീന ചോദിക്കുന്നുണ്ട്, ഓ അപ്പം മുത്തശ്ശിയുടെ ഭാവം മാറിയില്ലേ, ഞാൻ എവിടെ നിന്ന് പോയാൽ മതി എന്ന് തന്നെയല്ലേ മുത്തശ്ശി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടി മാത്രമല്ലേ ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സങ്കടത്തോടെ തന്നെയായിരിക്കട്ടെ സംസാരിക്കുന്നത്. എന്നാൽ മുത്തശ്ശി എതിർത്തുകൊണ്ടതിന് അലീന അവിടെ നിന്നും പോവില്ല എന്നിങ്ങനെ കടുത്ത സ്വരത്തിൽ പറയാണ്. അതിനുശേഷം അലീന പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല മുത്തശ്ശി. പിന്നെ അങ്ങനെ വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു ചോദിക്കുന്നുണ്ട്. ഗംഗാധരൻ ഞങ്ങൾ വന്നിട്ട് എന്തോ ഒരു ആഗ്ര കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ വൈജയന്തി മാഡത്തിന് എന്തെങ്കിലും രഹസ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ തൊട്ടു തൊടാത്ത രീതിയിൽ മുത്തശ്ശി ആ കാര്യങ്ങളെല്ലാം തന്നെ അലീനയോട് പറഞ്ഞു കൊടുക്കും. അതായത് ചെറുപ്പത്തിൽ വൈജയന്തിക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്നും അത് ഗംഗാധരൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നുവെന്നും അവിടെ വെച്ച് അവർ പ്രണയത്തിലാണ് എന്ന കഥകൾ മാത്രമായിട്ട് അലീനക്ക് പറഞ്ഞു കൊടുക്കാട്ടെ മുത്തശ്ശി. എന്നാൽ അതായിരിക്കും തൻ്റെ അച്ഛൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന കൂടുതൽ കാര്യം അറിയാൻ ശ്രമിക്കുന്ന സമയത്തന്നെ പെട്ടെന്ന് മുത്തശ്ശി അതങ്ങ് നിർത്തുകയാണ്. കാര്യങ്ങളൊക്കെ അലീനയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ അവിടെ നിന്നും പറഞ്ഞയക്കാൻ തന്നെയായിരിക്കട്ടെ മുത്തശ്ശിയുടെ തീരുമാനം. പക്ഷേ കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അലീനക്കാണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്ന വാശിയായിരിക്കും. എന്നിട്ട് ആ കാര്യം മുത്തശ്ശിയോട് പറയുന്ന സമയത്തിന് മുത്തശ്ശിക്ക് ദേഷ്യം വരണം. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നീയും കൂടി ഒരുമ്പെട്ട് ഇറങ്ങിക്കാണോ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ പിടിച്ചു നിൽക്കാതെ മറ്റു വഴിയില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അവിടെ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.